ഷോപ്പിഫൈ ആണോ WooCommerce ആണോ SEOക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം? ഞാനൊക്കെ പേഴ്സണലി ഷോപ്പിഫൈ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. കാരണം നമുക്ക് ഒരു നോൺ ടെക്നിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഷോപ്പിഫൈ തോന്നിയിട്ടുണ്ട്. ഞാൻ 100% എൻ്റെ ക്ലയൻസിനെല്ലാം ഞാൻ ഷോപ്പിഫൈ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് ടെക്നിക്കൽ എന്ന് പറഞ്ഞ സാധനം നോക്കാതെ തന്നെ ചെയ്യാം. പിന്നെ SEO നമ്മൾ അതിനകത്തൊക്കെ നോക്കുമ്പോൾ അതൊരു ഓട്ടോമേറ്റ് ആയിട്ടുള്ള SEO മോഡലായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു e-commerce തുടങ്ങുന്ന ഒരു ബ്രാൻഡ് ഓണറിന് ഇപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ SEO ആയിട്ട് ഏതായിരിക്കും ബെറ്റർ? ഷോപ്പിഫൈ ആയിരിക്കുമോ? അത് രണ്ടും ഒരുപോലെയാണ്. അതിന് അങ്ങനെ ഒരു എന്താ പറയുക, ഇതാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഷോപ്പിഫൈ നല്ലൊരു SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. കാരണം അവർ ബിൽഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇൻബിൽട്ട് ആയിട്ട് SEO ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും. പിന്നെ അഡീഷണൽ ആയിട്ട് പ്ലഗിൻസ് ആഡ് ചെയ്യുകയും ചെയ്യാം. ആപ്പുകൾ അഡീഷണൽ ആയിട്ട് SEO ഹെൽപ്പ് ചെയ്യുന്ന ആപ്പുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ഒരു വലിയ ഓഡിയൻസിലേക്ക് കുറച്ച് കാലം എടുത്തിട്ടൊക്കെ ചെല്ലേണ്ട പ്രൊഡക്ട്സുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് മാർക്കറ്റിങ്ങിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പല ടൈപ്പ് ഓഫ് കണ്ടന്റ് സ്ട്രാറ്റജീസ്, പല ടൈപ്പ് ഓഫ് കണ്ടന്റ് ഹബ്ബുകൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേജ് സ്ട്രക്ചർ പലപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നുകിൽ ഷോപ്പിഫൈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഡൊമൈനിൽ സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു CMS ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ WooCommerce സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതൊരു മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ രണ്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഈ പറഞ്ഞ പോലെ വേർഡ്പ്രസ്സും മറ്റേത് WooCommerce. വേർഡ്പ്രസ് ഒരു CMS ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് ഷോപ്പിഫൈയിൽ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നാളെ സെല്ല് ചെയ്യാം. WooCommerce അത്ര ഈസി അല്ല. അത് മാത്രമല്ല, ഫേസ്ബുക്ക് അറിയാവുന്ന ഒരാൾക്ക്, ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ ലോഗിൻ ചെയ്ത് പോസ്റ്റ് ഇടാൻ മാത്രം അറിയാവുന്ന ഒരാൾക്ക് ഷോപ്പിഫൈ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. കാരണം അതിൻ്റെ ഇന്റർഫേസ് അത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് വേരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതൊക്കെ എളുപ്പമാണ്. പക്ഷേ WooCommerce ആകുമ്പോൾ വെച്ചാൽ പല സ്റ്റേജിലും നമ്മൾ സ്റ്റക്കായി പോകും. ഒരു നല്ലൊരു ടീമില്ല എങ്കിൽ ചിലപ്പോൾ അത് സ്റ്റക്കായി പോകും. അപ്പോൾ ബ്രാൻഡിനെ നോക്കുമ്പോൾ ഷോപ്പിഫൈ നല്ലൊരു ഇതാണ്. പക്ഷേ വലിയ രീതിയിലേക്ക് ഒരു കണ്ടന്റ് മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ചില സ്റ്റെപ്പുകൾ ചെയ്യേണ്ടി വരും. ഷോപ്പിഫൈ തന്നെ ഉപയോഗിക്കാം, പക്ഷേ അഡീഷണൽ ആയിട്ട് ചില സ്റ്റെപ്പുകൾ ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ WooCommerce ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്, അത് ബൈ ഡിഫോൾട്ട് ഒരു CMS ആയതുകൊണ്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും അതിന് ഇത് ചെയ്യാം. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് അങ്ങനെ കണ്ടന്റ് ആവശ്യമുണ്ടോ എന്നുള്ളത്. ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് പിന്നെ എതിർക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ e-commerce വെബ്സൈറ്റുകളിൽ അധികം കണ്ടന്റ് വേണ്ട എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ പോലും എനിക്കുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ട് നമ്മൾ ചീത്ത വിളിക്കുന്ന ആളുകൾ പോലും ഉണ്ട്, അതിന്റെ ആവശ്യമില്ല എന്ന്. പക്ഷെ അങ്ങനെയുണ്ട്. ചില സമയത്ത് അതിന്റെ ആവശ്യമുണ്ട്. കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഇപ്പോൾ ബൈയിങ് ഗൈഡുകൾ, പിന്നെ എന്താ പറയുക, എല്ലാ സ്റ്റേജിലുള്ള ആളുകളെയും നമ്മൾ ഈ പറഞ്ഞ പോലെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല ഒരു പിന്നെ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയർനെസ് സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺസിഡറേഷൻ സ്റ്റേജിലൂടെ അല്ലെങ്കിൽ എല്ലാ സ്റ്റേജിലൂടെയും ബയേഴ്സിനെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അയാൾക്ക് തോന്നുകയാണ് ഈ പ്രൊഡക്റ്റ് ആണോ നല്ലത്, ഇതിനേക്കാൾ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് അയാൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറും നമ്മുടെ വെബ്സൈറ്റ് തന്നെ പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അതിനുള്ള ആൻസർ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അയാൾ വിട്ടു പോകുന്നില്ല. അയാൾ വീണ്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതും e-commerce SEOയിലെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ്. അപ്പോൾ അതും കൺസിഡർ ചെയ്യുമ്പോൾ WooCommerce അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഈ സെല്ലിംഗ് എന്ന് പറയുന്ന രീതിയിൽ വരുമ്പോൾ ഷോപ്പിഫൈ തന്നെയാണ്. ഷോപ്പിഫൈയുടെ SEOയ്ക്ക് അങ്ങനെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ഈ ഒരൊറ്റ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ പരിഹരിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് ആപ്പുകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് പരിഹരിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കൺസിഡറേഷൻ അല്ല, അങ്ങനെ ആ രീതിയിലേക്ക് ഒരു ചിന്തയ്ക്ക് വലിയ പ്രസക്തിയില്ല. കാരണം എന്ന് വെച്ചാൽ ടെക്നോളജി അറിയാവുന്ന ഒരാളാണ് അതിൻ്റെ പിന്നിലെങ്കിൽ ഈ പറഞ്ഞ പോരായ്മകളെല്ലാം മറികടക്കാൻ പറ്റുന്നതേ ഉള്ളൂ.